പൊന്നാനിയിൽ ഇടതിനായി PV അൻവർ തന്നെ കളത്തിലിറങ്ങും. പഴയ കോൺഗ്രസ് പാരമ്പര്യവും മതസംഘടനകളുമായുള്ള അടുപ്പവുമാണ് അൻവറിന് തുണയായത്. CPM സംസ്ഥാന നേതൃത്വം അൻവറിന്റെ പേര് മാറ്റിവെച്ചിട്ടും ജില്ലാ നേതൃത്വം അദ്ദേഹത്തിനൊപ്പമായിരുന്നു. കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലമായ നിലമ്പൂരിൽ അട്ടിമറി വിജയം നേടിയ അൻവർ പൊന്നാനിയിലും അത്ഭുതം തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് മുന്നണി. ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം അൻവറിനെ പിന്തുണച്ചതും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച വി അബ്ദുറഹ്മാനും നിയാസ് പുളിക്കലകത്തും പിന്മാറിയതും അൻവറിന് തുണയായി. ഒരു ഘട്ടത്തിൽ PT കുഞ്ഞുമുഹമ്മദിന്റെയും ഫസൽ ഗഫൂറിന്റെയും പേരുകൾ വരെ പറഞ്ഞു കേട്ടെങ്കിലും അന്തിമ ലിസ്റ്റിൽ തെളിഞ്ഞത് അൻവറിന്റെ പേര് മാത്രം. കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ഡലത്തിലെ ET വിരുദ്ധ വികാരം പഴയ കോൺഗ്രസുകാരനായ അൻവറിലൂടെ മുതലാക്കാനാണ് LDF ശ്രമം. AP വിഭാഗത്തോട് അടുപ്പം സൂക്ഷിക്കുന്ന അൻവറിനോട് EK വിഭാഗത്തിന് വലിയ എതിർപ്പില്ല എന്നതും ശ്രദ്ധേയം. 2014 വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി അംഗം വെട്ടിയ അൻവർ 4ാം സ്ഥാനക്കാരനായിരുന്നു. പക്ഷേ ഈ പോരാട്ടത്തിന് തുടർച്ചയിൽ 2016 അദ്ദേഹം നിലമ്പൂർ പിടിച്ചു. വയനാട് മണ്ഡലത്തിലും അൻവറിന്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. പൊന്നാനി മണ്ഡലത്തിലെ 7ൽ 3 ശക്തമായ അടിത്തറയുള്ള CPM അൻവറിലൂടെ ലക്ഷ്യമിടുന്നത് മറുവിഭാഗത്തിന്റെ വോട്ടുകൾ തന്നെ. അതേസമയം അൻവറിനെതിരായ ഭൂമി കയ്യേറ്റ അനധികൃത നിർമ്മാണ ആരോപണങ്ങൾ പ്രതിരോധിക്കുക എന്നത് CPMന് വെല്ലുവിളി തന്നെയാകും. പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടി തന്നെ വിശ്വസിക്കുന്നു എന്നത് നൽകുന്ന ആത്മവിശ്വാസം PV അൻവറിനുമുണ്ട്. ലീഗിന്റെ പൊന്നാപുരം കോട്ട തകർക്കാൻ അൻവർ ഇറങ്ങിയാൽ ഒരു കാര്യമുറപ്പ്, പൊന്നാനിയിലേത് തീപാറും പോരാട്ടമാകും. CV അനുമോദ്, News 18, മലപ്പുറം.